എൻ്റെ കയ്യിലിരിക്കുന്നത് 7.4 കിലോവാട്ടിൻ്റെ AC ചാർജറാണ്, കമേഴ്ഷ്യൽ ചാർജറാണിത്. അപ്പോൾ നമ്മൾ ഈ റിസോർട്ട് ലൊക്കേഷനിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി ഇവിടെ റിസോർട്ടിൽ ഒരു MCB, ഒരു മെയിൻസിൽ നിന്നൊരു ലൈൻ വലിച്ചിട്ട് ഒരു MCB സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാളിലായിട്ട് നമ്മുടെ ഈ ചാർജർ മൗണ്ട് ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ പ്രോസസ്സാണ് കാണാൻ പോകുന്നത്. ഇതൊരു വാൾ മൗണ്ടിങ് ടൈപ്പ് ചാർജർ ആയതുകൊണ്ട് നമുക്ക് ഈ ചാർജറിൻ്റെ കൂടെ തന്നെ ഒരു വാൾ മൗണ്ടിങ് ബ്രാക്കറ്റും കൂടെ കിട്ടും. ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള കറക്റ്റായ ഹോൾസിൽ നമ്മൾ മാർക്കിംഗ് എടുത്തിട്ട് ആ ഹോൾസ് ഡ്രിൽ ചെയ്തെടുത്ത് അവിടെ സ്ക്രൂ വെച്ച് ഈ ചാർജറിൻ്റെ ബ്രാക്കറ്റ് നമ്മളിവിടെ പിടിപ്പിക്കും. നമുക്ക് ഈ ചാർജറിൻ്റെ കൂടെ തന്നെ ഈ മൗണ്ടിങ് ബ്രാക്കറ്റിൻ്റെ സ്ക്രൂസും വാഷറും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വൺസ് ആ ഹോൾ എടുത്തതിന് ശേഷം ആ ഹോളിലേക്ക് വാഷറും സ്ക്രൂസും നമ്മൾ ഇൻസേർട്ട് ചെയ്ത് ഈ ബ്രാക്കറ്റ് നമ്മൾ വാളിലേക്ക് ഫിക്സ് ചെയ്യും. മൗണ്ടിങ് ബ്രാക്കറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചാർജർ എടുത്തിട്ട് നമ്മൾ ആ മൗണ്ടിങ് ബ്രാക്കറ്റിലേക്ക് മൗണ്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഒപ്പം ഉള്ള സ്ക്രൂസ് നമ്മൾ അതിൻ്റെ അകത്ത് വെച്ച് നമ്മൾ ചാർജർ അവിടെ ടൈറ്റാക്കി ലോക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ ചാർജറിൻ്റെ കേബിള് നമ്മൾ MCBയോ അല്ലെങ്കിൽ ELCBയോ ഏതാണോ നമുക്കുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കണം. പ്രോപ്പറായ എർത്തിങ്ങും അതിൻ്റെ ഇത് വയർ നമ്മൾ കൊടുക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ ചാർജറിൻ്റെ വയറിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ചാർജറിൻ്റെ ഒപ്പം സ്റ്റാൻഡേർഡായിട്ട് 1 മീറ്ററാണ് നമുക്ക് വയർ ലെങ്ത് വരുന്നത്. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ചാർജർ, ഇതൊരു കമേഴ്ഷ്യൽ AC ചാർജർ ആയതുകൊണ്ട് ഇത് കോൺഫിഗർ ചെയ്യണം, കമ്മീഷൻ ചെയ്യണം. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം.